ഇത് മീനിൻ്റെ മുട്ടയാണേ. നിങ്ങളൊക്കെ മീനിൻ്റെ മുട്ട കൊണ്ട് എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇതുകൊണ്ട് ഒരു അട ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് മുളക് പൊടി ചേർത്ത് സ്വല്പം ഉപ്പൂടെ ചേർക്കാം. നമുക്ക് പാകത്തിന് ഉപ്പ് ഇടാം. ചുവന്നുള്ളി അരിഞ്ഞതാണ്, ചെറിയ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണേ. ചുവന്നുള്ളി ഞാൻ 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കടലമാവ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ അകത്ത് ചേർക്കാം. ഇനി നന്നായിട്ട് ഞെരടണം. മീനിൻ്റെ മുട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വരണം. തേങ്ങയും അരിപ്പൊടിയും അതുപോലെ ഉള്ളിയും മുളകും ഉപ്പും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി നമുക്കിത് ഒരു കല്ലിൽ പരത്താം. ദോശക്കല്ല് ആണ് വെച്ചിരിക്കുന്നത്. ദോശക്കല്ലിൽ എണ്ണ തേക്കാം. എണ്ണ തേച്ചിട്ട് നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുട്ട നമുക്കതിൽ പരത്തി കൊടുക്കാം. അത് നമുക്ക് പരത്താൻ എളുപ്പത്തിന് നമുക്ക് സ്വല്പം കയ്യിൽ വെള്ളം തൊട്ട് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയിട്ട് നമുക്കതിൽ പരത്തി കൊടുക്കാം. തീരെ അങ്ങ് കനം കുറച്ച് പരത്തണ്ട കേട്ടോ, അപ്പോൾ അങ്ങ് വിട്ടുപോകും നമ്മൾ മറിച്ചിടുമ്പോൾ. നന്നായിട്ട് പരത്തി ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിയുന്ന പോലെ ആകും. അപ്പോൾ ഉൾവശം വേകാതെ വരും. അന്നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മറിച്ചിട്ടിപ്പോൾ കണ്ട ആ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ മറുവശവും കൂടെ റെഡി ആയിട്ടുണ്ട്.